എല്ലാവർക്കും നമസ്കാരം. ട്രെയിനിങ് മാനേജ്മെന്റ് പോർട്ടലിനകത്ത് ഫീഡ്ബാക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ ഫീഡ്ബാക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പ്രത്യേകമായി ഒരു പ്രാവശ്യം കൂടെ സെഷൻ ആഡ് ചെയ്യാണ്. എല്ലാ തീമാറ്റിക് എക്സ്പേർട്സിന്റെയും BPRCസിന്റെയും ലോഗിനിലെ ഇന്ന് മുതൽ ഫീഡ്ബാക്ക് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. MOPRന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഫീഡ്ബാക്കും പോസ്റ്റ് ടെസ്റ്റും ചെയ്തവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്ക് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. BPRCയുടെ ലോഗിനിൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു സ്ക്രിപ്റ്റ് റൺ ആവാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. ഫീഡ്ബാക്കിനകത്ത് ട്രെയിനിങ് മാനേജ്മെന്റ് പോർട്ടൽ എന്ന് പറഞ്ഞ പോർട്ടലിൽ ലോഗ് ചെയ്തതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ മെനു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓരോ BPRCയിലും ഒരു ടെംപ്ലേറ്റ് ഫോം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഫീഡ്ബാക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വൺ ടൈം പ്രോസസ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എല്ലാ പരിശീലനത്തിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ഫീഡ്ബാക്ക് ബാർ ഇമ്പാക്ട് അനാലിസിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടെംപ്ലേറ്റ് നെയിം ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇവിടെ ടെംപ്ലേറ്റ് നെയിം കില ഇംഗ്ലീഷ് ജനറൽ എന്നാണ് കില കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതേ പേര് തന്നെ ഉപയോഗിക്കുക. ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് കില ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് ഫോം ടൈപ്പ് ഫീഡ്ബാക്ക് ഫോം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കൊടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 6 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഈ 6 ചോദ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ 6 ചോദ്യങ്ങളും ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് 1 by 1 ആയിട്ട് പേസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആദ്യത്തെ ചോദ്യത്തിന്റെ വെച്ചു. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ 5 point സ്കെയിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഗ്രേഡിംഗ് ഓപ്ഷൻ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് റോ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. ഇതേപോലെ തന്നെ ഗ്രേഡിംഗ് 5 point ഗ്രൂപ്പ് 1. അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. മൊത്തം 6 ചോദ്യങ്ങളാണുള്ളത്. ഞാൻ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം 6 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ചോദ്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് സേവ് ആയി കഴിഞ്ഞു. ഇനി തുടർന്നും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പ്രോഗ്രാമും ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ബാർ ഇവാലുവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞതിൽ ഫീഡ്ബാക്ക് ബാർ ഇമ്പാക്ട് അനാലിസിസ് ഫോം ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം സെലക്ട് ചെയ്യുക. പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് ടൈപ്പ് ഓൺലൈൻ എന്നാക്കി കൊടുക്കുക. സെലക്ട് ഫീഡ്ബാക്ക് ടെംപ്ലേറ്റ് എന്നുള്ളടത്ത് കില ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് കൊടുക്കുക. അങ്ങനെ ഓരോ ചോദ്യത്തിനും നമ്മൾ ഓരോ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമിനും അത്തരത്തിലെ നമ്മൾ ചെയ്തു കൊടുക്കാനുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിബി, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഞാനൊരു ക്ലാസ്സിലാണ്. എന്നാ മെയിൽ അയച്ചോളൂ. ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു. തരാം 300 പേരാണ് മാക്സിമം കേട്ടോ.
ശരി 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 പെട്ടെന്ന് അയച്ചു. ഇതുപോലെ ഓരോ പ്രോഗ്രാമും ട്രെയിനിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫീഡ്ബാക്ക് ടൈപ്പ് ഓൺലൈൻ ആക്കി കൊടുക്കുക, ഫീഡ്ബാക്ക് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു സേവ് ചെയ്തു. ഇതുപോലെ ഓരോ കോഴ്സിനും നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് ഫീഡ്ബാക്കിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാനുള്ളൂ. അതത്രയും തീർക്കുക. വേറെ സംശയങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. ഓക്കെ, താങ്ക് യു.